ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ബാക്കിലുള്ള ബോർഡ് കണ്ടപ്പോഴേ നിങ്ങൾക്ക് എന്താണ് വ്ളോഗ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇന്ന് ട്രെയിൻ സ്പോട്ടിംഗ് വ്ളോഗ് എടുക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ഏഴിമല റെയിൽവേ സ്റ്റേഷനിലാണേ. പയ്യന്നൂരിൽ നിന്ന് തൊട്ടിപ്പുറത്തുള്ള ഏഴിമല റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പയ്യന്നൂരിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രമേ ഏഴിമലയിലേക്ക് ദൂരമുള്ളൂ കേട്ടോ. അവിടെ നിന്ന് തൊട്ടടുത്തുള്ള സ്റ്റേഷനാണ്. ഇവിടെ അധികം ട്രെയിനൊന്നും സ്റ്റോപ്പില്ല, കുറച്ച് ട്രെയിനുകൾക്ക് മാത്രമേ സ്റ്റോപ്പുള്ളൂ. ഞാൻ ഒരു 10-30 ട്രെയിൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് വന്നത്. ഞാൻ ഒരു 6:30 ഇവിടെ എത്താമെന്ന് വെച്ച് വന്നതാണ്. പക്ഷെ എത്തിയപ്പോൾ ഞാൻ 7 മണിയായിപ്പോയി. സോറി ഗൈസ്, ഞാൻ എപ്പോഴും ലേറ്റാണ്. ഇവിടെ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് 2 വണ്ടി മിസ്സായിപ്പോയി. പരശുരാമം അന്ത്യോദയ ഉണ്ടായിരുന്നു, അന്ത്യോദയ എക്സ്പ്രസ്, അതും മിസ്സായി പോയിട്ടുണ്ട്. ബാക്കി എല്ലാ വണ്ടികളും കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ വണ്ടികളും ഓൺ ടൈം വന്നാൽ നമുക്ക് എല്ലാ വണ്ടികളും എടുത്തിട്ട് തന്നെ വീട്ടിലേക്ക് പോവാം. നമുക്ക് നോക്കാം. എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ട്രെയിൻ സ്പോട്ടിംഗ് വ്ളോഗിൻ്റെ ഫസ്റ്റ് ട്രെയിൻ അങ്ങ് ദൂരെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. സൂര്യൻ കറക്റ്റ് അവിടെയാണ്, എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കാം. നൂറ്റി 55 നമ്പറുള്ള മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ആണ് ഇപ്പോൾ പോയത്. ഇത് വീക്കിലി വണ്ടിയാണ് കേട്ടോ. പുതുച്ചേരിയിൽ നിന്ന് സേലം, ഈറോഡ്, തിരുപ്പൂർ വഴി മംഗളൂരു സെൻട്രൽ വരെ പോകുന്ന എക്സ്പ്രസ് ആണ്. പുതുച്ചേരിയിൽ നിന്ന് ഇത് വൈകുന്നേരം 4:45 എടുത്തിട്ട് ഒരു നൈറ്റ് ഫുൾ അതിൽ കഴിഞ്ഞ് പിറ്റേ ദിവസം 9:30 ഇത് മംഗളൂരു സെൻട്രലിലെത്തും. സതേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ് കേട്ടോ ഇത്. 21 മിനിറ്റ് ലേറ്റായിട്ട് നമ്മുടെ മലബാർ എക്സ്പ്രസ് വരുന്നുണ്ട് കേട്ടോ. ഈറോഡ് ഷെഡിൻ്റെ WAP4 223-81. മലബാർ എക്സ്പ്രസ് ആണ് കേട്ടോ ഇത് ഏഴിമലയിൽ നിന്ന് ഡിപ്പാർട്ടായി. നമ്മുടെ ഈ ഏഴിമലയിൽ കുറച്ച് വണ്ടിയൊക്കെ മാത്രമേ സ്റ്റോപ്പുള്ളൂ കേട്ടോ. ഈ ഒരു മലബാർ എക്സ്പ്രസ് ഡെയിലി വണ്ടിയാണേ. 7:10 ഇവിടെ ഏഴിമല എത്തേണ്ട വണ്ടിയാണ്, പക്ഷെ എത്തിയത് 7:35 ആവാനായിട്ടുണ്ട്. ഒരു 10-25 മിനിറ്റ് ലേറ്റാണ് ഇന്ന്. സാധാരണ ഈ വണ്ടി 1 മണിക്കൂറൊക്കെ ലേറ്റ് ആവുന്ന, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഓൺ ടൈമിന് വരും കേട്ടോ ഈ വണ്ടി. ട്രിവാൻഡ്രം സെൻറ്ററിൽ നിന്ന് കോട്ടയം വഴി മംഗളൂരു സെൻട്രൽ വരെ പോകുന്ന മലബാർ എക്സ്പ്രസ്. ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് വൈകുന്നേരം 6:40 എടുത്തിട്ട് പിറ്റേന്ന് രാവിലെ 10:25 മംഗലാപുരം എത്തും കേട്ടോ. നമ്മുടെ സതേൺ റെയിൽവേയുടെ വണ്ടി തന്നെയാണ് ഇതും. ആ വണ്ടി അങ്ങ് പോയി. ഇനി നമ്മുടെ വന്ദേ ഭാരത് വരാനുണ്ട് കേട്ടോ. ഏഴിമല റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറേണ്ടത് ഈ വഴിയാണ് കേട്ടോ. ഇതാണ് പാർക്കിംഗ് ഏരിയ. ഞാൻ എൻ്റെ പേടൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് സ്റ്റേഷനാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. എന്താ അല്ലേ, ചെറിയൊരു ഉൾപ്രദേശത്തുള്ള സ്റ്റേഷൻ ഉണ്ടോ. ഇതാണ് ഏഴിമല റെയിൽവേ സ്റ്റേഷൻ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു 2 കിലോമീറ്റർ ഗ്യാപ്പ് മാത്രമേ ഈ ഒരു ഏഴിമല സ്റ്റേഷനിലേക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് അധികവും വണ്ടികൾക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാവാറില്ല. പയ്യന്നൂർ നിർത്തുന്ന വണ്ടികൾ 2 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെയും നിർത്തണ്ടേ.
അത് ഭയങ്കര ഡിലേ ആയിരിക്കും വണ്ടികൾക്ക്. എന്നാലും കുറച്ച് വണ്ടികൾക്കൊക്കെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. അധികം പാസഞ്ചേഴ്സിനൊക്കെയാണ് കേട്ടോ. ഈ മലബാർ എക്സ്പ്രസ്സിന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടേ. പിന്നെ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്, നമ്മുടെ വന്ദേ ഭാരത് വരുന്നുണ്ടേ. (206-31) നമ്പർ വന്ദേ ഭാരതാണ് പോയത്. മംഗളൂർ സെൻട്രലിൽ നിന്ന് ആലപ്പുഴ വഴി ട്രിവാൻഡ്രം സെൻട്രൽ വരെ പോകുന്ന നമ്മുടെ സ്വന്തം വന്ദേ ഭാരത്. രാവിലെ 6:25 മംഗലാപുരത്ത് നിന്ന് എടുക്കും ഈ വണ്ടി. എന്നിട്ട് വൈകുന്നേരം 3:05 ആകുന്ന സമയത്ത് ട്രിവാൻഡ്രം എത്തും. ഏറ്റവും പെട്ടെന്ന് ട്രിവാൻഡ്രം എത്താൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. ഇപ്പോൾ കടന്നുപോയ വന്ദേ ഭാരത് ഞായറും തിങ്കളും ചൊവ്വയും ബുധനാഴ്ച ഇല്ല കേട്ടോ. ബുധനാഴ്ച സർവീസ് നടത്തുന്നില്ല. വ്യാഴം, വെള്ളി, ശനി ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. ബുധനാഴ്ച ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സർവീസ് നടത്തുന്നില്ല. നമ്മുടെ ഇപ്പോൾ പോയ വന്ദേ ഭാരത് ഇന്ത്യയിലെ 33ാമത്തെ വന്ദേ ഭാരതാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ 2ാമത്തെ വന്ദേ ഭാരതം. ഇത് ശരിക്കും സാഫ്രോൺ കളറായിട്ടുള്ള വന്ദേ ഭാരതം ഉണ്ടായിരുന്നേ. മറ്റേ നമ്മുടെ സാഫ്രോൺ കളറിലുള്ള വണ്ടി എന്തോ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറ്റിയതുകൊണ്ട് ആ ഒരു വെള്ള കളറും നീല കളറുള്ള കോമ്പിനേഷനുള്ള വന്ദേ ഭാരത് ഇപ്പോൾ ഓടിക്കുന്നതാണെന്ന് തോന്നുന്നു. നമ്മുടെ സാഫ്രോൺ കളർ തിരിച്ചു വരുമായിരിക്കും. 2024 മാർച്ചിൽ നമ്മുടെ നരേന്ദ്രമോദിയാണ് ഈ ഒരു വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തത്, മറ്റേ വീഡിയോ കോൺഫറൻസിലൂടെ. ഇന്ത്യൻ റെയിൽവേയുടെ വന്ദേ ഭാരതിൻ്റെ കണക്കനുസരിച്ചിട്ട് നമ്മുടെ ഈ കേരളത്തിലോടുന്ന വന്ദേ ഭാരതിന് മാത്രമേ പരമാവധി റവന്യൂ ഈ ഒരു റെയിൽവേക്ക് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഒരു വന്ദേ ഭാരതിനൊക്കെ 20 കോച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനൗൺസ്മെൻ്റൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ 8 കോച്ചുകൾ മാത്രമേ ഇതിനുള്ളൂ. 20 കോച്ച് കൂടി ആയാൽ കുറേ ആൾക്കാരും കൂടി കിട്ടും. അപ്പോൾ അങ്ങനെ റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമല്ലോ ഇന്ത്യൻ റെയിൽവേക്ക്. അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. നമ്മുടെ ബാക്കിയുള്ള സ്റ്റേറ്റ്സിൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ വന്ദേ ഭാരതിനാണ് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നത് കേട്ടോ. ഫുൾ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള സീറ്റുകളാണ് മൊത്തം. വേക്കൻറ്റ് സീറ്റുകളൊക്കെ ഭയങ്കര കുറവാണ് ഉണ്ടാകുന്നത് ഈ ഒരു വന്ദേ ഭാരതിന്. ഈ ഒരു ഏഴിമല റെയിൽവേ സ്റ്റേഷന് 2 പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. ഒന്ന് പ്ലാറ്റ്ഫോം നമ്പർ 1ഉം 2ഉം. അവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. രാവിലെ ജോലിക്കും പണിക്കൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും. കുറച്ച് ട്രെയിൻ മാത്രം ഇവിടെ സ്റ്റോപ്പുള്ളൂ. ഇപ്പോൾ ഇനിയൊരു കാലിക്കറ്റ് എക്സ്പ്രസ് വരുന്നുണ്ടേ, അതിവിടെ നിർത്തും. അത് പയ്യന്നൂർ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ വന്ദേ ഭാരത് അതിനെ തേച്ചൊട്ടിച്ചിട്ടാണ് പോയത്. ഇപ്പോൾ കാലിക്കറ്റ് എക്സ്പ്രസ് 7:15 കഴിഞ്ഞപ്പോൾ പയ്യന്നൂർ എത്തിയാണ്. പക്ഷേ അതിൻ്റെ തൊട്ട് പുറകെ നമ്മുടെ ഇപ്പോൾ പോയ വന്ദേ ഭാരത് ഉണ്ടായതുകൊണ്ട് പയ്യന്നൂരിൽ പിടിച്ചിട്ടു ഈ കാലിക്കറ്റ് എക്സ്പ്രസ്സിനെ. അതായത് വന്ദേ ഭാരത് തേച്ചൊട്ടിച്ചു. അങ്ങനെ പയ്യന്നൂർ വെച്ച് വന്ദേ ഭാരതിൻ്റെ തേപ്പ് കിട്ടിയ കാലിക്കറ്റ് എക്സ്പ്രസ് ഇപ്പോൾ അങ്ങോട്ട് ഡിപ്പാർട്ടായി പോയിട്ട് ഏഴിമലയിൽ നിന്ന് 10:47 മിനിറ്റ് ലേറ്റാണ് വണ്ടി. എന്ത് ചെയ്യാനല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. വന്ദേ ഭാരതിന് പ്രയോറിറ്റി ഉള്ളതുകൊണ്ട് ഈ വണ്ടിയെ തേച്ചൊട്ടിച്ച് കയ്യിൽ കൊടുത്തു. 166-10 നമ്പറാണ് കേട്ടോ ഈ ഒരു കാലിക്കറ്റ് എക്സ്പ്രസിൻ്റെ നമ്പർ. മംഗളൂരു സെൻറ്ററിൽ നിന്ന് കോഴിക്കോട് വരെ പോകുന്ന വണ്ടിയാണ്. രാവിലെ 5:15 മംഗലാപുരത്ത് നിന്ന് എടുത്തിട്ട് 10:25 ആകുമ്പോൾ കോഴിക്കോട് എത്തും ഈ ഒരു വണ്ടി. ഒരു കമ്മ്യൂട്ടിങ് വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പോയ കാലിക്കറ്റ് എക്സ്പ്രസ് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ. 3 വണ്ടിയായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ കണ്ട 166-10 കാലിക്കറ്റ് എക്സ്പ്രസ് ആയിട്ട് ഇത് പോവും. എന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് 064-81 എന്ന നമ്പറായിട്ട് കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്കുള്ള പാസഞ്ചർ ട്രെയിനായിട്ട് വരും. എന്നിട്ട് കണ്ണൂർ വെച്ച് ടെർമിനേറ്റ് ചെയ്യും. വൈകുന്നേരം എന്നിട്ട് കണ്ണൂരിൽ നിന്ന് 064-69 എന്ന നമ്പറായിട്ട് ചെറുവത്തൂർ വരെയുള്ള പാസഞ്ചറായിട്ട് ഓടും.
2 വേയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വണ്ടി ഓടുന്നില്ല കേട്ടോ. ഇപ്പോൾ കാലിക്കറ്റ് എക്സ്പ്രസ് ആയിട്ട് പോയത് മംഗളൂരു എക്സ്പ്രസ് ആയിട്ട് തിരിച്ചു വരുന്നില്ല. കണ്ണൂർ ചെറുവത്തൂർ പാസഞ്ചറായിട്ട് പോയിട്ട് ചെറുവത്തൂർ ടെർമിനേറ്റ് ചെയ്യും ഈ ഒരു വണ്ടി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ 06490 എന്ന നമ്പറായിട്ട് മംഗളൂരു സെൻട്രൽ പാസഞ്ചറായിട്ട് ചെറുവത്തൂരിൽ നിന്ന് എടുക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വണ്ടിയുടെ റൈഡ് ഷെയറിംഗ് എന്ന് പറയുന്നത് കേട്ടോ. (224) നമ്പർ ഹിസാറിൽ നിന്നും ബിക്കാനീർ, ജോധ്പൂർ, നമ്മുടെ മഡ്ഗോൺ വഴി വരുന്ന കോയമ്പത്തൂർ AC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കേട്ടോ ഇപ്പോൾ പോയത്. നല്ല അടിപൊളി സ്പീഡായിരുന്നേ. ഞാൻ ക്യാമറ ഓണാക്കി വരുമ്പോഴേക്കും അത് കുറച്ചങ്ങ് കടന്നുപോയി. അതിൻ്റെ ലോക്കോ WP7 ആയിരുന്നു. അത് ഏത് ലോക്കോ ഷെഡിൻ്റെ ആണെന്ന് ഞാൻ കണ്ടില്ല. ഐ എം ദ സോറി ഗൈസ്. കണ്ണൂർ മംഗളൂരു സെൻട്രൽ പാസഞ്ചറാണ് ഇപ്പോൾ വരുന്നത്. ഇത് ഏഴിമല സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡിപ്പാർട്ട് ചെയ്ത് വിടുന്നത്. ഇപ്പോൾ പോയ മംഗളൂരു സെൻട്രൽ പാസഞ്ചർ ഇല്ലേ, അതിന് നമ്മുടെ മധ്യപ്രദേശ് കട്നി ലോക്കോ ഷെഡിൻ്റെ ഒരു WH7 ലോക്കോ ആയിരുന്നു കേട്ടോ. അതെങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. ഒരു WH7 ലോക്കോ ആയിരുന്നു ആ പാസഞ്ചറിന് ഉണ്ടായിരുന്നത്. 06477 എന്നാണ് ആ ഒരു വണ്ടിയുടെ നമ്പർ. കണ്ണൂരിൽ നിന്ന് മംഗളൂരു സെൻട്രൽ വരെ പോകുന്ന പാസഞ്ചറാണ്. രാവിലെ കണ്ണൂരിൽ നിന്ന് 7:40 അതെടുത്തിട്ട് 10:55 ആവുന്ന സമയത്ത് മംഗളൂരു സെൻട്രലിൽ എത്തും കേട്ടോ വണ്ടി. ഒരു ഡെയിലി കമ്മ്യൂട്ടിങ് വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത് കണ്ണൂരിൽ നിന്ന് ഈ ഒരു കാസർഗോഡ് വരെ പോകുന്ന, കാസർഗോഡൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഓഫീസ് ടൈമൊക്കെ കഴിയുമല്ലോ, 10 മണിയൊക്കെ കഴിയുമല്ലോ. അപ്പോൾ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് വരെ പോകുന്ന, കാസർഗോഡ് പണിയെടുക്കുന്ന ജോലിക്കാർക്കൊക്കെ ഡെയിലി പോയിട്ട് വരാൻ പറ്റുന്നൊരു കമ്മ്യൂട്ടിങ് വണ്ടിയാണ് ഈ ഒരു കണ്ണൂർ മംഗളൂരു സെൻട്രൽ പാസഞ്ചർ. ഡെയിലി സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ ഈ ഒരു വണ്ടി. അതുപോലെ ഈ ഒരു പാസഞ്ചറിന് ഒരുപാട് റൈഡ് ഷെയറിംഗ് ഉണ്ട്. ഒന്നിപ്പോൾ നമ്മൾ കണ്ട കണ്ണൂർ മംഗളൂരു സെൻട്രൽ പാസഞ്ചർ, ഇത് നേരെ മംഗളൂരിൽ നിന്നിട്ട് കണ്ണൂർ സെൻട്രൽ പാസഞ്ചറായിട്ട് തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് മധുരൈ ബോഡി നായ്ക്കന്നൂർ പാസഞ്ചറായിട്ട് പോകും കേട്ടോ. ഇത് 06701 എന്ന നമ്പറായിട്ട്. പിന്നെ കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആയിട്ട് ഈ വണ്ടി ഓടുന്നുണ്ട്. അത് 16607 നമ്പറായിട്ട്. പിന്നെ കോയമ്പത്തൂർ എത്തിയിട്ട് അവിടുന്ന് മധുരൈ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആയിട്ട് പോകുന്നുണ്ട് 16721 നമ്പറിൽ. (16347) മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ആണ് പോകുന്നത്. ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ് കേട്ടോ ഇതും. 8:28 കറക്റ്റ് ടൈം അല്ല, ഒരു 7 മിനിറ്റ് ലേറ്റാണ്. ഇതിന് ഏഴിമല സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഇതുപോലെയുള്ള കുറച്ച് വണ്ടികൾക്ക് മാത്രമേ ഇവിടെ ഏഴിമല സ്റ്റോപ്പ് ഉള്ളൂ. ഒരു 7 മിനിറ്റ് ലേറ്റാണ് ഈ വണ്ടി. ഇപ്പോൾ ഏഴിമലയിൽ നിന്ന് ഡിപ്പാർട്ടായിട്ടുണ്ട്. തിരുവനന്തപുരം സെൻറ്ററിൽ നിന്നും രാത്രി 8:50 എടുത്തിട്ട് പിറ്റേ ദിവസം 11:20 രാവിലെ 11:20 ആകുമ്പോഴേക്കും മംഗളൂരു സെൻറ്ററിൽ എത്തൂട്ടെ ഈ വണ്ടി. ഇപ്പോൾ ഇവിടുന്ന് കടന്നുപോയ 16347 നമ്പർ വണ്ടിയാണ് ഇനി മംഗളൂരു സെൻറ്ററിൽ എത്തിയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് അവിടുന്ന് മുംബൈ LTT വരെ പോകുന്ന മത്സ്യഗന്ധിയായിട്ട് പോകുന്നത്. അപ്പോൾ 2 റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണിത്. ഒന്നിപ്പോൾ പോയ തിരുവനന്തപുരം മംഗളൂരു സെൻട്രൽ പാസഞ്ചർ, അത് കഴിഞ്ഞിട്ട് മംഗളൂരു സെൻറ്ററിൽ നിന്ന് മുംബൈ LTT വരെ പോകുന്ന മത്സ്യഗന്ധ എക്സ്പ്രസ്. 31171 നമ്പർ WH9 ലോക്കാണ് കേട്ടോ ആ ഒരു മംഗളൂരു സെൻട്രൽ പാസഞ്ചറിന് ഉണ്ടായിരുന്നത്. എന്താ എക്സ്പ്രസ്സിനൊക്കെ ഇപ്പോൾ ഗുഡ്സ് ലോക്ക് കൊടുക്കുന്നത്. നമ്മുടെ സതേൺ റെയിൽവേക്ക് പാസഞ്ചർ ലോക്കോടെ ക്ഷാമമുണ്ട് തോന്നുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. കണ്ടില്ലേ ഗുഡ്സ് ലോക്കോ കൊടുത്തിട്ടുള്ളത്. ആ പാസഞ്ചറിനും ഗുഡ്സ് ലോക്കോ ആയിരുന്നു, ഇപ്പോൾ പോയ എക്സ്പ്രസ്സിനും ഗുഡ്സ് ലോക്കോ ആയിരുന്നു. എന്താ അല്ലേ. ഈ ഒരു ഏഴിമല റെയിൽവേ സ്റ്റേഷൻ ചെറിയൊരു സ്റ്റേഷനാണ്, ഒരു ഉൾപ്രദേശത്തുള്ള ചെറിയ സ്റ്റേഷനാണ്.
നല്ല നീറ്റാണ് കേട്ടോ. ഇവിടെ സ്റ്റേഷനിൽ അധികം വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ പോയിട്ടോ. രാവിലത്തെ പാസഞ്ചർ ട്രെയിനും ഇവിടെ നിർത്തുന്ന എക്സ്പ്രസ് ട്രെയിനൊക്കെ പോയി. ഇനി ഇവിടെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ആ കാണുന്നതാണ് ഇവിടുത്തെ ROB. നല്ല നീറ്റാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ ചെറിയൊരു കുഞ്ഞു സ്റ്റേഷൻ. റോയപുരത്തിൻ്റെ 30-422 നമ്പർ ഒരു WAP7 നല്ല കിടുക്കാച്ചി സ്പീഡിൽ ഇപ്പോൾ അങ്ങോട്ട് പോയി കണ്ണൂർ ഭാഗത്തേക്ക്. എന്ത് സ്പീഡായിരുന്നു! 110 കിലോമീറ്റർ വരെ സ്പീഡ് എടുക്കാൻ പറ്റുന്ന സ്ട്രെച്ചാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പോയ ട്രെയിൻ 161-60 ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആണ്. ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ് കേട്ടോ ഇത്. മംഗളൂരു സെൻറ്ററിൽ നിന്ന് നമ്മുടെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ വഴി താമ്പരം വരെ പോകുന്ന വണ്ടിയാണ്. ചെന്നൈയിലെ താമ്പരം വരെ പോകുന്ന വണ്ടിയാണ്. പണ്ട് ചെന്നൈ എഗ്മോർ വരെ ഈ വണ്ടി പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ താമ്പരം വരെ മാത്രമേ പോകുന്നുള്ളൂ. രാവിലെ 6:45 മംഗളൂരു സെൻറ്ററിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പിറ്റേ ദിവസം പുലർച്ചെ 3 മണിക്ക് താമ്പരം എത്തും കേട്ടോ ഈ ഒരു വണ്ടി. ഇതാണ് കേട്ടോ ഏഴിമല റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്. ഇത് പുതിയ ബിൽഡിംഗ് ആണേ, പഴയ ബിൽഡിങ് അപ്പുറത്തുണ്ട്. ഇതിലൂടെയാണ് റോഡ്. പക്ഷേ ഞാൻ വന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകുവശത്തൂടെയാണ്. ഈ റോഡ് ഏത് വഴി വരുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ അറിയാത്തതുകൊണ്ട് നേരെ പുറകുവശത്തൂടെ വന്നിട്ട് കയറിയത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഇപ്പോൾ ആരുമില്ല. ഈ ഒരു ഏഴിമല നിർത്തുന്ന വണ്ടികളുടെ ലിസ്റ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം, മംഗലാപുരം, കണ്ണൂർ മംഗളൂരു സെൻട്രൽ, കോയമ്പത്തൂർ മംഗളൂരു, അങ്ങനെ കുറച്ച് വണ്ടിയൊക്കെ മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ കേട്ടോ. ഈ ഒരു പഴയ ബിൽഡിംഗ് കണ്ടോ നിങ്ങൾ? ഇതായിരുന്നു കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറൊക്കെ. ഇപ്പോൾ ഇതില്ല, പുതിയ ബിൽഡിങ് തൊട്ടപ്പുറത്തായിട്ട് എടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്. ഇത് പഴയ ബിൽഡിങ്ങാണ്. പഴയ മോഡൽ ആർക്കിടെക്ചർ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ബിൽഡിങ്ങാണേ. ഇത് കണ്ടോ? ഇവിടെ ഫ്രണ്ടിലായിട്ട് മംഗലാപുരം ഭാഗത്തേക്കും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ റൂം കണ്ടോ? നല്ല രസമാണല്ലേ പഴയ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ. ഇപ്പോൾ തൊട്ടപ്പുറത്തായിട്ട് ഇതേ ആ കാണുന്ന ബിൽഡിങ്ങാണ് ഇപ്പോഴത്തെ ടിക്കറ്റ് കൗണ്ടറൊക്കെ കേട്ടോ. ഇവിടെ ആരുമില്ല കേട്ടോ, ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന ചേട്ടനൊക്കെ പൂട്ടിയിട്ട് പോയിന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിർത്തുന്ന ട്രെയിനൊന്നും ഇല്ല, അതുകൊണ്ട് ആ ചേട്ടൻ ഇവിടെ പോയി. ഇരുപത്തിരണ്ട് മിനിറ്റ് ലേറ്റായിട്ട് ഏറനാട് എക്സ്പ്രസ് ആണ് കേട്ടോ ഇപ്പോൾ അങ്ങോട്ട് പോയത്. 166.05 ഏറനാട് എക്സ്പ്രസ് ഡെയിലി വണ്ടിയാണേ. മംഗളൂർ സെൻറ്ററിൽ നിന്ന് ആലപ്പുഴ വഴി ട്രിവാൻഡ്രം സെൻട്രൽ വരെ പോകുന്ന നമ്മുടെ സ്വന്തം ഏറനാട് എക്സ്പ്രസ്. രാവിലെ 7:20 മംഗളൂരിൽ നിന്ന് എടുത്തിട്ട് രാത്രി 9:10 തിരുവനന്തപുരം എത്തും കേട്ടോ. ഏറനാട് പോയപ്പോൾ തന്നെ അപ്പുറം ഒരു ഫ്രൈറ്റ് വണ്ടിയും കടന്നുപോയി, ഒരു ക്രോസിങ്. അതൊരു BCN ഫ്രൈറ്റ് ആയിരുന്നു. അതിൻ്റെ ലോക്കോ ഞാൻ കണ്ടില്ല. (377-31) നമ്പർ കൃഷ്ണരാജപുരത്തിൻ്റെ WAP7 ആയിട്ട് പോയത് മാംഗ്ലൂർ സെൻട്രൽ മെയിലാണേ. ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ്. 126.01 നമ്പറുള്ള ഈ ഒരു വണ്ടി MGR ചെന്നൈ സെൻട്രലിൽ നിന്നും ആരക്കോണം, കാറ്റ്പാടി, ജോളാർപേട്ടൈ, സേലം വഴി വന്നിട്ട് മാംഗ്ലൂർ സെൻട്രൽ വരെ പോകുന്ന വണ്ടിയാണേ.
MGR ചെന്നൈ സെൻറ്ററിൽ നിന്നും രാത്രി 8:10 എടുത്തിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12:05 ആവുന്ന സമയത്ത് മാംഗ്ലൂർ സെൻറ്ററിൽ എത്തൂട്ടെ ഈ ഒരു വണ്ടി. സതേൺ റെയിൽവേയുടെ തന്നെയാണ് ഈ വണ്ടിയും. രാവിലെ 6:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ ഹോട്ടൽ ശ്രീജയിൽ വന്നിട്ട് നല്ല പൊറോട്ടയും ചായയൊക്കെ കഴിച്ചു. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സമയം ഇപ്പോൾ 10:30 ഇനി വരാനുള്ള വണ്ടി പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട്, നമ്മുടെ എറണാകുളത്ത് നിന്ന് പൂനെ വരെ പോകുന്ന. അത് കണ്ണൂർ കഴിഞ്ഞിട്ട് പാപ്പിനിശ്ശേരി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തുമായിരിക്കും, അതിനെയും കാത്ത് നിൽക്കുകയാണ്. 22 മിനിറ്റ് ലേറ്റായിട്ട് നമ്മുടെ പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഏഴിമല സ്കിപ്പ് ചെയ്യാൻ പോവണേ. അതുകൊണ്ടാണ് 221:49 പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇപ്പോൾ ഏഴിമല സ്കിപ്പ് ചെയ്തിട്ട് പോയത്. അതിന് കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡ് മാത്രമേ സ്റ്റോപ്പുള്ളൂ കേട്ടോ. നമ്മുടെ പയ്യന്നൂരൊന്നും അതിന് സ്റ്റോപ്പില്ല. ഇത് ബൈ വീക്കിലി വണ്ടിയാണ് കേട്ടോ. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും സർവീസ് നടത്തുന്ന വണ്ടിയാണേ. അതിൻ്റെ ലോക്കോ WAG7 ലോക്കോ ആയിരുന്നേ. ഉത്തർപ്രദേശിലെ ഗോണ്ട ലോക്കോ ഷെഡിൻ്റെ WAG7 272/72. അതിനും ഗുഡ്സ് ലോക്കായാണ് ഉള്ളത് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് എന്താ പറ്റിയത് എനിക്കറിയില്ല. ഇതിന് സാധാരണ ഗുഡ്സ് ലോക്കോ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇനി അറിയുന്നവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. എറണാകുളം ജംഗ്ഷൻ ഈ ഒരു വണ്ടി രാവിലെ 5:15 എടുത്തിട്ട് പിറ്റേന്നാൾ പുലർച്ചെ 5:50 6 മണിയാവുന്ന സമയത്ത് പൂനെ ജംഗ്ഷനിലെത്തും കേട്ടോ. ഇത് പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ രത്നഗിരി പനവേൽ വഴിയാണ്. പനവേലിൽ മുമ്പ് ഇതിന് ലോക്കോ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലോക്കോ ചേഞ്ച് ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സെൻട്രൽ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ് കേട്ടോ ഈ ഒരു പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഈ പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിന് വേറെ 2 വണ്ടികളായിട്ട് റൈഡ് ഷെയറിംഗ് ഉണ്ട് കേട്ടോ. ഒന്ന് പൂർണ്ണ എക്സ്പ്രസ് ആണ്, 110-97 നമ്പർ പൂർണ്ണ എക്സ്പ്രസ്, എറണാകുളം ജംഗ്ഷനിൽ പൂനെ ജംഗ്ഷൻ വരെ പോകുന്നത്. അത് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ മഡ്ഗോൺ എത്തിയിട്ട് നമ്മുടെ കാസ്റ്റർ റോക്ക് വഴി പോകും. ദൂദ്സാഗർ വാട്ടർഫോൾ ഇല്ലേ, ആ ഒരു വഴി പോയിട്ട് പൂനെയിലെത്തുന്ന വണ്ടിയാണേ പൂർണ്ണ എക്സ്പ്രസ്. നല്ല കിടിലൻ റൂട്ടാണത്. അതിന് മഡ്ഗോൺ എത്തിയിട്ട് ലോക്കോ റിവേഴ്സൽ ഉണ്ട്. അവിടുന്ന് റിവേഴ്സ് അടിച്ചിട്ടാണ് നമ്മുടെ കാസ്റ്റർ റോക്കൊക്കെ വഴി പോകുന്നത്. അതുപോലെ ലോണ്ട ജംഗ്ഷൻ എത്തിയിട്ട് അതിന് ലോക്കോ ചേഞ്ചും ഉണ്ട്. അവിടുന്ന് അങ്ങോട്ടേക്ക് ഡീസൽ ലോക്കോ ആണ് തോന്നുന്നു. ഇലക്ട്രിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു ആ റൂട്ടിൽ. പിന്നെ ഓടുന്നത് 110-33 നമ്പറുള്ള ദർഭാംഗ എക്സ്പ്രസ് ആയിട്ടാണ്. ഈ ദർഭാംഗ ബീഹാറിലുള്ള സ്ഥലമാണ്. ഗ്യാൻ ഗംഗ എക്സ്പ്രസ് എന്നാണ് തോന്നുന്നത് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേര്. കറക്റ്റായിട്ട് എനിക്കറിയില്ല. 2 വണ്ടി ഇപ്പോൾ വരുന്നുണ്ട്. മംഗളൂർ സെൻട്രൽ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റും ഒന്ന് കോയമ്പത്തൂർ എക്സ്പ്രസ്സും. കോയമ്പത്തൂർ എക്സ്പ്രസ് വരുന്നുണ്ട് WP4 വെച്ചിട്ട്. അതിനിവിടെ ഏഴിമല സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. 2 ഒരേ സമയത്തായിരിക്കും മിക്കവാറും എത്തുക. ഏതെങ്കിലും ഒരു വണ്ടി കിട്ടാനേ ചാൻസ് ഉള്ളൂ. കോയമ്പത്തൂർ എക്സ്പ്രസ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആരക്കോണം ലോക്കോ ഷെഡിൻ്റെ ഒരു WP4 227-29 ലോക്കോയുടെ നമ്പർ. അപ്പോൾ 11:06 ഏഴിമലയിൽ എത്തേണ്ടതാണ് കേട്ടോ ഈ വണ്ടി. ഒരു 11 മിനിറ്റ് ലേറ്റാണിപ്പോൾ. ഓ, നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. നമ്മുടെ മാംഗ്ലൂരു സെൻട്രൽ ഇൻ്റർസിറ്റി ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ 2 വണ്ടിയും കിട്ടും. അങ്ങനെ കോയമ്പത്തൂർ എക്സ്പ്രസ് ഏഴിമലയിൽ നിന്ന് ഡിപ്പാർട്ടായിട്ടുണ്ട്. ഇത് ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ് കേട്ടോ. 163-24 എന്നാണ് ഈ ഒരു വണ്ടിയുടെ നമ്പർ. മംഗളൂരു സെൻറ്ററിൽ നിന്ന് രാവിലെ 9 മണിക്ക് എടുത്തിട്ട് കോയമ്പത്തൂർ ജംഗ്ഷനിൽ രാത്രി 8 മണിയാകുമ്പോൾ ഈ ഒരു വണ്ടി എത്തും. സതേൺ റെയിൽവേയുടെ തന്നെയാണ് ഈ വണ്ടി.
226/10 നമ്പർ മാംഗ്ലൂർ സെൻട്രൽ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇപ്പോൾ പോയത് കേട്ടോ. അതിന് ഏഴുമല സ്റ്റോപ്പൊന്നുമില്ല, സ്കിപ്പ് അടിച്ചിട്ട് പോയി. രാവിലെ 6 മണിക്ക് കോയമ്പത്തൂർ ജംഗ്ഷൻ എടുക്കുന്ന ആ ഒരു വണ്ടി അന്ന് ഉച്ചയ്ക്ക് 1:15 ആവുന്ന സമയത്ത് മാംഗ്ലൂർ സെൻട്രലിൽ എത്തും കേട്ടോ. അതിൻ്റെ ലോക്കോ എന്ന് പറയുന്നത് WP7 ആയിരുന്നു, ലാലാഗുഡ ഷെഡിൻ്റെ WP7 302/71 നമ്പർ. അത് സദേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ് കേട്ടോ ഈ ഒരു ഇൻ്റർസിറ്റി എക്സ്പ്രസ്. ആ ഒരു P7 ഫ്രണ്ടിലും സൈഡിലായിട്ട് കവച് എന്ന് പറഞ്ഞിട്ടുള്ള പേരുണ്ട്. അത് ആ WP7 ലോക്കോയുടെ പേരല്ല, നേരെ മറിച്ച് അത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്തിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റമാണ്. ATP എന്നതിനെ ഷോർട്ട് ഫോം ആക്കിയിട്ട് പറയും. അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി വെച്ചിട്ടാണ്. അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ ഒരു റെഡ് സിഗ്നൽ വീണിട്ട് ലോക്കോ പൈലറ്റ് ബ്രേക്ക് പിടിക്കാൻ മറന്നു വിചാരിക്കുക. അപ്പോൾ ഈ ഒരു കവച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ്. അതുപോലെ ഇപ്പോൾ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ഇങ്ങനെ കൂടിക്കൂടി വരികയാണല്ലേ, ആ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉപകരിക്കും കേട്ടോ. ഇപ്പോൾ മോശം കാലാവസ്ഥയിലൂടെയാണ് ട്രെയിൻ പോകുന്നതെങ്കിൽ റെഡ് സിഗ്നൽ, ഏത് സിഗ്നൽ ആയാലും ലോക്കോ പൈലറ്റിന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഈ ലോക്കോ പൈലറ്റിന് അറിയിച്ചു കൊടുക്കും, ഇങ്ങനെ റെഡ് സിഗ്നൽ ഉണ്ട്, അല്ലെങ്കിൽ ഗ്രീൻ ആണ്, അല്ലെങ്കിൽ ഓറഞ്ച് ആണ്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ് ഈ കവച് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ATP എന്ന് പറയുന്നത്. ഭുസാവൽ ലോക്കോ ഷെഡിന് WAG5 ട്വിൻസ് ലോക്കോ വെച്ചിട്ട് ഒരു BTPN ഫ്ലൈറ്റ് നമ്മുടെ പയ്യന്നൂർ കാസർഗോഡ് ഭാഗത്തേക്ക് പോയി. രണ്ട് മണിക്കൂർ 17 മിനിറ്റ് ഡിലേ ആയിട്ട് ഇപ്പോൾ പോയത് 165/11 നമ്പർ കണ്ണൂർ എക്സ്പ്രസ് ആണ്. ഡെയിലി സർവീസ് നടത്തുന്ന ഈ ഒരു വണ്ടി SMVT ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂർ വരെ വരുന്ന വണ്ടിയാണ്. SMVT നിന്ന് രാത്രി 8 മണിക്ക് എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ 10:55 കണ്ണൂർ എത്തേണ്ട വണ്ടിയാണ്. ഇന്ന് ഒരുപാട് ലേറ്റായി. SMVT നിന്ന് 8 മണിക്ക് എടുക്കേണ്ട ഇന്നലെ രാത്രി എടുത്തത് 10 മണിക്കാണ് കേട്ടോ. അങ്ങനെ 2 മണിക്കൂർ ഡിലേ അവിടെ തന്നെ വന്നു. പക്ഷേ സ്ലാക്ക് ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇനി കണ്ണൂരിൽ എത്തുന്ന സമയത്ത് മിക്കവാറും 1.5 മണിക്കൂർ മാത്രമേ ഡിലേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. 3 മണിക്കൂർ ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു മംഗളൂരുവിൽ എത്തിയപ്പോൾ. അതെന്തായാലും കുറഞ്ഞിട്ടുണ്ടാവും. സ്ലാക്ക് ടൈം എന്തായാലും ഈ ഒരു വണ്ടിക്കൊക്കെ കൊടുക്കുമല്ലോ. ആരക്കോണം ലോക്കോ ഷെഡിൻ്റെ 227/13 നമ്പർ WAP4 ആയിരുന്നു അതിൻ്റെ ലോക്കോ കേട്ടോ. അതുപോലെ അവർ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആണേ. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയാണത്. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് ഇപ്പോൾ വരും കേട്ടോ. ഇവിടെ എത്തി. 206/34 നമ്പർ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും കാസർഗോഡ് വരെ പോകുന്ന വന്ദേ ഭാരതാണ് ഇപ്പോൾ പോയത്. അത് തിരുവനന്തപുരം സെൻട്രലിൽ രാവിലെ 5:15 എടുത്തിട്ട് കോട്ടയം വഴി വന്ന് കാസർഗോഡ് ഉച്ചക്ക് 1:20 എത്തും കേട്ടോ. അതുപോലെ ഇന്ത്യയിലെ 15ാമത്തെ വന്ദേ ഭാരതാണ് ഇപ്പോൾ ഈ പോയത്. 2023 നരേന്ദ്രമോദിയാണ് ഈ ഒരു വന്ദേ ഭാരത് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. സദേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു വന്ദേ ഭാരതിൻ്റെ മാക്സിമം സ്പീഡ് 110 കിലോമീറ്ററാണ്. 130 കിലോമീറ്റർ സ്പീഡ് എടുക്കാൻ പറ്റുന്ന ലൈൻ നമുക്ക് ഇതുവരെ ആയിട്ടില്ല. ഇതിലൂടെ ഇപ്പോൾ നമുക്കുള്ളത് 110 വരെ സ്പീഡിൽ പോകാൻ പറ്റുന്ന ലൈനാണ്. നേരത്തെ മാംഗ്ലൂർ സെൻറ്ററിലേക്ക് ഒരു ഇൻ്റർസിറ്റി പോയില്ലേ, മാംഗ്ലൂർ സെൻട്രൽ ഇൻ്റർസിറ്റി 226/10 നമ്പർ WAP7 കവച് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള
അതിൻ്റെ പെയറിംഗ് ട്രെയിൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. 226-09. ഇരുപത്തഞ്ച് മിനിറ്റ് ലേറ്റായിട്ട് 226-09 നമ്പർ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് പോയത്. നേരത്തെ കണ്ട 226-10 നമ്പർ മംഗളൂർ സെൻട്രൽ ഇൻ്റർസിറ്റിയുടെ പെയറിംഗ് ട്രെയിനാണ് കേട്ടോ. ഇത് മംഗളൂർ സെൻറ്ററിൽ നിന്ന് 11:05 എടുത്തിട്ട് വൈകുന്നേരം 6:20 കോയമ്പത്തൂർ ജംഗ്ഷൻ എത്തും കേട്ടോ. ബീഹാറിലെ ബറോണി ഇലക്ട്രിക് ലോക്കോ ഷെഡിൻ്റെ ഒരു WH-9 ലോക്കോ വെച്ചിട്ടൊരു BCN ഫ്ലൈറ്റ് മംഗലാപുരം ഭാഗത്തേക്ക് പോയി. ഉച്ച സമയത്ത് ട്രെയിനുകൾ കുറച്ച് കുറവാണേ. ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ. ഒരു ഫ്ലൈറ്റ് പിന്നെയും വരുന്നുണ്ട് കേട്ടോ. തെലങ്കാനയിലെ കാസിപ്പേട്ട് ഇലക്ട്രിക് ലോക്കോ ഷെഡിന് WH-7 ട്വിൻസ് ലോക്കോ വെച്ചിട്ടൊരു ബോക്സ് ആൻഡ് ഫ്ലൈറ്റ് ആണ് പോയത്. കണ്ണൂർ ഷൊർണൂർ ഭാഗത്തേക്കാണ് പോയത്. കൽക്കരി ആയിരുന്നു കേട്ടോ അതിലുണ്ടായിരുന്നത്. ചില വാഗൺ പൊത്തിയിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട്, ചിലത് പൊത്തിയിട്ടില്ല. വൃത്തിക്ക് കാണായിരുന്നു. നല്ല പൊടിയായിരുന്നു കേട്ടോ. അത് പോയപ്പോൾ കണ്ണിലൊക്കെ പൊടി കയറി. ആ ഒരു കൽക്കരിയുടെ പൊടി ഇങ്ങനെ പാറുന്നുണ്ട് അതിൽ നിന്ന്. ഇനി വരാനുള്ളത് തിരുനെൽവേലി ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണേ. നമ്മുടെ മുംബൈയിലെ ദാദറിൽ നിന്ന് തിരുനെൽവേലി വരെ പോകുന്ന വണ്ടി. അതിപ്പോൾ നീലേശ്വരം എത്തിയിട്ടുണ്ട്. നീലേശ്വരത്ത് നിന്ന് അപ്ഡേറ്റ് ആയോ എന്നറിയില്ല. ഇല്ല, നീലേശ്വരം എത്തിയിട്ടേ ഉള്ളൂ. 1:57 കണ്ണൂരിൽ കയറേണ്ട വണ്ടിയാണ്. അതൊരു 14 മിനിറ്റ് ലേറ്റാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കെന്തായാലും നോക്കാം. കുറച്ച് ഒരു 1:40 ആകുമ്പോഴേക്കും വരുമായിരിക്കും. ഇരുന്നൂറ്റി 29 നമ്പർ തിരുനെൽവേലി സൂപ്പർഫാസ്റ്റ് ദാദർ സെൻട്രലിൽ നിന്ന് വ്യാഴാഴ്ച രാത്രി 8:40 എടുത്തിട്ട് ശനിയാഴ്ച പുലർച്ചെ 4:10 തിരുനെൽവേലി ജംഗ്ഷൻ എത്തും കേട്ടോ. പനവേൽ കാർവാർ വഴി മാംഗ്ലൂർ ജംഗ്ഷൻ കയറിയിട്ട് പിന്നെ നമ്മുടെ പാലക്കാട് ഷൊർണൂർ പാലക്കാട് കയറി ഈറോഡ് മധുരൈ വഴിയാണ് തിരുനെൽവേലി ജംഗ്ഷൻ വരെ പോകുന്നത് കേട്ടോ. സദേൺ റെയിൽവേയുടെ വണ്ടിയാണിത്. ഇതിൻ്റെ ലോക്കോ ഉണ്ടായിരുന്നത് ഈറോഡ് ലോക്കോ ഷെഡിൻ്റെ P7 ആയിരുന്നു. 370-37 നമ്പർ. ഇതിന് മുന്നേ റേക്ക് ഷെയറിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. 060-30 എന്ന നമ്പറിൽ തിരുനെൽവേലിയിൽ നിന്ന് മേട്ടുപ്പാളയം വരെ സ്പെഷ്യൽ ഫെയർ സ്പെഷ്യലായിട്ട് ഓടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആ ഒരു സർവീസ് നിലവിലില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ. അങ്ങനെ ഒരു വണ്ടിയായിട്ട് ഇതിന് റേക്ക് ഷെയറിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
വിജയവാഡ ലോക്കോ ഷെഡിൻ്റെ ട്വിൻസ് WAG9 വെച്ചിട്ട് ഇപ്പോൾ പോയത് BCAC BM ഫ്രൈറ്റാണ്. അതൊരു ഡബിൾ ഡെക്കർ ഫ്രൈറ്റാണേ. അത് ഈ കാറുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രൈറ്റ് ഉപയോഗിക്കുന്നത്. 2 തട്ടുകളിലായിട്ട് ചെറിയ കുഞ്ഞു കാറുകളൊക്കെ ആണെങ്കിൽ 300-320 കാറുകളൊക്കെ അതിൽ കയറ്റിയിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഒരേ സമയത്ത്. അത് മംഗലാപുരം ഭാഗത്തേക്കാണ് പോയത്. IVC ലോജിസ്റ്റിക്സിൻ്റെ ആണ് ആ വാഗൺ മൊത്തം. ഇന്ന് മൊത്തം ഫ്രൈറ്റാണല്ലോ നമുക്ക് കൂടുതൽ കിട്ടുന്നത്. ഇത് ഒരു ഫ്രൈറ്റ് കൂടി വരുന്നുണ്ട്, WAG9 വെച്ചിട്ട് വരുന്നുണ്ട് അങ്ങ് ദൂരേന്ന്. അപ്പോൾ ആ ബോക്സ് ആൻഡ് ഫ്രൈറ്റിലും കൽക്കരി തന്നെ ആയിരുന്നേ. അതിൻ്റെ ലോക്കോ നമ്മുടെ ബിലായി ലോക്കോ ഷെഡിൻ്റെ ട്വിൻസ് G9 ആയിരുന്നു. ഈ ഒരു ട്രെയിൻ സ്പോട്ടിംഗ് വ്ളോഗ് ഞാൻ 2 പാർട്ടായിട്ട് ഇടാം കേട്ടോ. ഇത് ഞാൻ വെള്ളിയാഴ്ചയാണ് ഇവിടെ വന്നത് ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ. വെള്ളിയാഴ്ച പാസഞ്ചർ ട്രെയിനുകൾ ഒരുപാട് പോകുന്നൊരു റൂട്ടാണിത്. അതുകൊണ്ട് പാസഞ്ചർ ട്രെയിനുകൾ മാത്രം എടുക്കാൻ വെച്ചിട്ടാണ് വന്നത്. ഇത്രയും ഫ്രൈറ്റുകൾ ഈ വെള്ളിയാഴ്ച പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ പാസഞ്ചർ ട്രെയിനും ഫ്രൈറ്റും എല്ലാം കൂടി ആവുന്ന സമയത്ത് വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. 2 പാർട്ടായിട്ട് ഇട്ടാൽ കാണുമ്പോൾ നിങ്ങൾക്കും മടുപ്പ് വരില്ല, അപ്ലോഡ് ചെയ്യാൻ എനിക്കും സൗകര്യം അതാണ്. അപ്പോൾ 2 പാർട്ടായിട്ട് ഇടാം കേട്ടോ.